യാത്രയുടെ ലോകത്തെ മാറ്റിമറിച്ച ഒരു കാര്യക്ഷമമായ ഗതാഗത മാർഗം. എന്നാൽ ഇപ്പോഴാണ് ട്രെയിൻ ഉണ്ടായത്. എങ്ങനെയാണ് ഇത് ലോകത്തെ മാറ്റിമറിച്ചത്? കേരളത്തിലെ ആദ്യ ട്രെയിനിൻ്റെ കഥ എന്താണ്? ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടെത്താൻ പോകുന്നത്. ട്രെയിൻ എന്ന തീവണ്ടി കഥയുടെ ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എങ്കിൽ നമുക്ക് ട്രെയിൻ യാത്ര തുടരാം. ട്രെയിനുകളുടെ ഉദ്ഭവം 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ്. കൽക്കരി ഖനികളിൽ ലോഹത്തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ട്രാക്കുകളിൽ വാഗണുകൾ തള്ളി നീക്കുന്ന രീതി ആദ്യമായി ഉപയോഗിച്ചു. ഇതാണ് ആധുനിക ട്രെയിനുകളുടെ ആദ്യ രൂപം. എന്നാൽ ഇവയ്ക്ക് ഇന്ധനം ആവശ്യമില്ലാത്തതിനാൽ ഇവയെ ട്രെയിനുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല. 18-ാം നൂറ്റാണ്ടിൽ ജെയിംസ് വാട്ട് എന്ന ഇംഗ്ലീഷ് എഞ്ചിനീയർ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തമായിരുന്നു ട്രെയിനുകളുടെ വികാസത്തിന് വഴി തെളിയിച്ചത്. പിന്നീട് 1804-ൽ റിച്ചാർഡ് ട്രെവിത്തിക്കിന് ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിഞ്ഞു. പിന്നീട് 1825-ൽ ജോർജ് സ്റ്റീഫൻസൺ ആദ്യത്തെ പൊതു റെയിൽവേ ലൈൻ നിർമ്മിച്ചു. ഇത് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ എന്നീ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു. ഇതാണ് ആധുനിക ട്രെയിനുകളുടെ യഥാർത്ഥ ആരംഭം. 19-ാം നൂറ്റാണ്ടിൽ സ്റ്റീം ട്രെയിനുകൾ ലോകമെമ്പാടും പ്രചാരത്തിലായി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഡീസൽ ട്രെയിനുകളും ഇലക്ട്രിക് ട്രെയിനുകളും വന്നു. ഇവ കൂടുതൽ കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമായിരുന്നു. ഇന്ന് ഹൈസ്പീഡ് ട്രെയിനുകൾ ജപ്പാനിലെ ഷിങ്കൻസെൻ, ഫ്രാൻസിലെ TGV തുടങ്ങിയവ യാത്രയെ വേഗത്തിലും സുഖകരവുമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ 1853-ൽ മുംബൈയിൽ നിന്നും താനെ വരെ ആയിരുന്നു. ഇന്ന് ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ആധുനിക ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ പുരോഗതിയുടെ ഉദാഹരണമാണ്. കേരളത്തിലെ ആദ്യ ട്രെയിൻ 1861-ൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റൂട്ടിൽ ഓടിത്തുടങ്ങി. ഇത് മദ്രാസ് റെയിൽവേയുടെ ഭാഗമായിരുന്നു. ഈ ട്രെയിൻ കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികാസത്തിന് വലിയ പങ്ക് വഹിച്ചു. ഇത് യാത്രികർക്കും സാധനങ്ങൾക്കും വേഗത്തിലും സുഖകരമായ ഒരു യാത്രാമാർഗം നൽകി. തിരുവിതാംകൂർ റെയിൽവേയുടെ ആദ്യ ട്രെയിൻ 1904-ൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഓടിത്തുടങ്ങി. ഭാവിയിൽ ട്രെയിനുകൾ കൂടുതൽ വേഗത്തിലും സുഖകരവുമായിരിക്കും. മഗ്ലേവ് ട്രെയിനുകൾ, ഹൈപ്പർലൂപ്പ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇതിനകം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗത്തിലാണ്. ഇവയ്ക്ക് ഇന്നത്തെ ട്രെയിനുകളേക്കാൾ വളരെ വേഗതയുണ്ടാകും. ഇന്ന് കേരളം ഇന്ത്യയിലെ പ്രധാന റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും കോയമ്പത്തൂർ, മംഗലാപുരം, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്കും ട്രെയിൻ സേവനങ്ങളുണ്ട്. പണ്ടത്തെ ആദ്യത്തെ ട്രെയിനിൽ നിന്ന് ഇന്നത്തെ അത്യാധുനിക വന്ദേ ഭാരത് ട്രെയിനുകളിലേക്കുള്ള യാത്ര കേരളത്തിൻ്റെ വളർച്ചയും വികസനവും അടയാളപ്പെടുത്തുന്നു. ട്രെയിനുകളുടെ ഉദ്ഭവവും പരിണാമവും മനുഷ്യൻ്റെ യാത്രാ രീതിയെ മാറ്റിമറിച്ചു. ഇന്ന് ട്രെയിനുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റുകളിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി. ശുഭദിനം.